എന്തൊരു അമ്മയോട് നിലമറന്ന് സുരേഷ് ഗോപി. നമസ്കാരം. മറുപുറത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാറിൽ കയറാൻ സമ്മതിക്കാതെ തടഞ്ഞു. മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപിയുടെ പരാതി. മാധ്യമപ്രവർത്തകരും സുരേഷ് ഗോപിയും തമ്മിലുള്ള പരാതികളും പരിഭവങ്ങളും തുടങ്ങിയിട്ടിപ്പോ കുറച്ചു കാലമായി. കഴിഞ്ഞ ദിവസം രാമനിലയത്തിൽ വെച്ച് താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയും മേഖലയിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണം അറിയാൻ വന്ന മാധ്യമപ്രവർത്തകരെയാണ് ഹീറോയിസം കളിച്ച് തള്ളിമാറ്റിയത്. ഇത് എന്റെ വഴിയാണ്, എന്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷം. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ പ്രതികരിക്കാൻ സൗകര്യമില്ല. ഇതായിരുന്നു വിശദീകരണം. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നേരത്തെയും മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കോടതി തീരുമാനിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇൻപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ഉയർന്ന വിവാദങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. കൂടാതെ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവും കേന്ദ്രമന്ത്രി നടത്തി. പക്ഷേ പരാതിയിൽ തന്നെ കാറിൽ കയറാൻ സമ്മതിക്കാതെ മാധ്യമപ്രവർത്തകർ തടഞ്ഞെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തള്ളിമാറ്റിയെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമാണ് ആരോപണം. 3 വാർത്താ ചാനലുകളുടെ പേരും എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സുരേഷ് ഗോപി പരാതി നൽകിയത്. ഇമെയിൽ വഴിയും ലെറ്റർ ഹെഡിൽ എഴുതിയും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട്. മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരയുടെ പരാതിയിലാണ് നിർദ്ദേശം. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞാ ലംഘനം ഉൾപ്പെടെ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനിൽ അക്കരെ പരാതി നൽകിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.